പൊതുസ്ഥലത്ത് കക്കൂസ് മാലിന്യം തള്ളിയവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വാലിക്കോട് ടൗണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നു. നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പട്ടേരിക്കണ്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കക്കൂസ് കുഴിയിലെ മാലിന്യം പൊതുസ്ഥലത്ത് കക്കൂസ് മാലിന്യം തള്ളിയവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബഹുജന കൂട്ടായ്മ വാല്യക്കോട് ടൗണിൽ പ്രതിഷേധ ജാഥയും യോഗവും നടത്തി. നൊച്ചാട് പഞ്ചായത്തിലെ വാല്യക്കോട് കനാലിലാണ് ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യദ്രോഹികൾ കക്കൂസ് മാലിന്യം തള്ളിയത്. കനാലിന്റെ മുൻവശത്തായി സ്കൂളും പരിസരത്തായി ധാരാളം വീടുകളും ഉണ്ട്. മലിനമായ വെള്ളം കിണറുകളിൽ എത്താനും കിണർ വെള്ളം മലിനമാകാനും സാധ്യതയുണ്ട്. മഞ്ഞപ്പിത്തം, കോളറ തുടങ്ങി പകർച്ചവ്യാധികൾ പടരാൻ സാധ്യതയുള്ളതിനാൽ ഇതിനെതിരെ നാട്ടുകാർ പ്രതിഷേധ യോഗം നടത്തി. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പട്ടേരിക്കണ്ടി ഉദ്ഘാടനം ചെയ്തു. കൃത്യമായിട്ട് വിളിച്ചപ്പോഴും ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, തള്ളിയിട്ടില്ല, ഞങ്ങളല്ലാന്ന് പറഞ്ഞ അയാള് നിങ്ങൾ കൊണ്ട് കേസ് കൊടുത്തെന്ന് പറഞ്ഞു. വിളിച്ചിട്ടൊന്നവര് ഫോൺ എടുക്കുമോ? കൃത്യമായി കുറേ പ്രാവശ്യം ബന്ധപ്പെട്ടപ്പോഴാണ് അയാൾ ഫോൺ ഇട്ടത് തന്നെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത് സ്ഥിരമായിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ കേസ് കൊടുക്കാനാണ് തീരുമാനിച്ചത്. പിറ്റേ ദിവസം തന്നെ ഞാനും സെക്രട്ടറിയും മെമ്പറും എല്ലാം കൂടി സ്റ്റേഷനിൽ പോയി CIനെ നേരിട്ട് കണ്ടു കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയ ഇവിടെ CCTV പരിശോധിച്ചപ്പോൾ കിട്ടിയ തെളിവുകളും കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് കൈമാറുകയും അവർ വണ്ടി അടക്കം പിടിച്ച് കൃത്യമായി ഇതിന് നടപടി ഉണ്ടാവും. ആരുടെ ഭാഗത്തുനിന്നും ഒരു സമ്മർദ്ദവും വിളിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഞങ്ങൾ കൃത്യമായ നടപടി എടുക്കും എന്ന് നമുക്ക് ഉറപ്പ് തന്നതിന്റെ ഭാഗമായി ആണ് ഞങ്ങൾ തിരിച്ചു പോയത്. അപ്പൊ അത് FIR കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിവിടെ നാളെ വേറെടുത്തവർ ചെയ്യല്ലോ, അതിന് ഫൈൻ അടപ്പിക്കാണ്ട് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ എന്ത് നടപടി വേണമെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന സ്ഥിതിയിലാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുകയും കേസ് കൊടുക്കുകയും അത് FIR എടുപ്പിച്ച കേസ് നന്മ റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രസീത P പരിപാടി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ബിന്ദു, VV ദിനേശൻ, N സോമൻ, KM മുഹമ്മദ്, P പ്രദീപൻ, അനിത ചന്ദ്രൻ, T ബാലകൃഷ്ണൻ, മനോജ് കുമാർ, അനിൽ മാസ്റ്റർ, CK സുരേഷ്, പ്രേമൻ മാസ്റ്റർ, MT മോഹൻ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. വിഷൻ ന്യൂസ് പേരാമ്പ്ര. അതെ, ചായ ഒരു വികാരം തന്നെയാണ്. വൈകുന്നേരങ്ങളിൽ ഒരു ചായ പലർക്കും ഏറെ പ്രിയമാണ്. മുളിയങ്ങലിലെ സ്വന്തം ടീ ഹട്ട് വൈകുന്നേരങ്ങളിൽ ഏറെ സജീവമാണ് ഇവിടം. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ മുളിയങ്ങലിൽ ആണ് ഏവരെയും ആകർഷിക്കുന്ന ചായയ്ക്ക് മാത്രമുള്ള ഒരു കട. കടയ്ക്ക് മുന്നിൽ നിരത്തിവെച്ച നിരവധി തനി നാടൻ പലഹാരങ്ങളാണ് ടീ ഹട്ടിലേക്ക് ആളുകളെ ഏറെ ആകർഷിപ്പിക്കുന്നത്. 1 വർഷത്തോളമായി ടീ ഹട്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ട്. പേരാമ്പ്രയിലെ ചായപ്രേമികൾക്ക് ടീ ഹട്ട് എന്നും ഒരു ഹരമാണ്. മനസ്സറിഞ്ഞ് ഇവിടുന്ന് നീട്ടിത്തരുന്ന ഓരോ ഗ്ലാസ് ചായയും നിങ്ങളുടെ മനം കുളിർപ്പിക്കും.